ഹലോ, എല്ലാവരും മഴയൊക്കെ ആയിട്ട് തണുത്തിരിക്കുവാണല്ലേ? സത്യത്തിൽ ഈ മഴയൊക്കെ നമുക്ക് ആദ്യ ദിവസങ്ങളിൽ കാണുമ്പോൾ അടിപൊളിയാണെങ്കിലും രണ്ടാമത്തെ ദിവസം നമ്മൾ പലരും പറയാറില്ലേ, ഓ എന്തൊരു മഴ മാറുന്നില്ലല്ലോ എന്ന്. എന്നാൽ ഞാൻ പറയാറുണ്ട് കേട്ടോ, മഴ നമുക്കിന്ന് ചിലർക്ക് അടിപൊളിയാണെങ്കിലും മറ്റു ചിലർക്ക് പേടിയും കൂടിയാണല്ലോ. എന്നാൽ ഒരു മഴയത്ത് ഒരു കട്ടനൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു വൈബൊക്കെ ഇട്ട് വീട്ടിലിരിക്കാൻ അടിപൊളിയാണല്ലേ. എന്നാൽ രാവിലെ ഒരു കട്ടനെ കുടിച്ച് കുറച്ച് നേരം വൈബൊക്കെ ഇട്ട ശേഷം ഞാൻ ഒരു കുടയെടുത്ത് നേരെ ഇറങ്ങി, വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ കൃഷിത്തോട്ടത്തിലോട്ട്. ഇന്നത്തെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒരു പയർ മെഴുക്കുവരട്ടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ആദ്യം തന്നെ നമുക്ക് പയർ പറിച്ചെടുക്കാൻ പാകമായോ എന്ന നിരീക്ഷണത്തിലെത്തണം. തോട്ടത്തിലൂടെ നടന്ന് നിരീക്ഷണത്തിലൊടുവിൽ ഞാൻ ഓരോ പയറും കൃത്യമായിട്ട് പറിച്ചെടുത്തു. കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. കാരണം എന്താ ചോദിച്ചാൽ, നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത് നമ്മൾ തന്നെ പറിക്കുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലല്ലേ? അതാണ് കേട്ടോ. പറിച്ചെടുത്ത പയറെല്ലാം വാരി കൂട്ടി ഒരു തേക്കിലയിലാക്കി പോയി നേരെ വീട്ടിലോട്ട്. ഇനി പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. ഇന്ന് നമ്മൾ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഗ്യാസിലോ സ്റ്റവിലോ ഒന്നുമല്ല, നമ്മളുടെ സാധാ വിറകടുപ്പിലാണ്. അതെനിക്ക് നിർബന്ധമായിരുന്നു. കുറച്ച് ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ കറിവേപ്പിലയും വൃത്തിയായി എടുത്ത് മെഴുക്കുവരട്ടി ചട്ടിയിലാക്കാനുള്ള തയ്യാറെടുപ്പാണ്. കൂടെ നിർദ്ദേശങ്ങൾ നൽകാൻ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അല്പനേരത്തിന് ശേഷം മെഴുക്ക് വരട്ടി റെഡി. ഞാൻ ഒന്നും നോക്കിയില്ല, മഴയൊക്കെ അല്ലേ. നേരെ പോയി കുറച്ച് ചൂട് ചോറെടുത്തു. സൈഡിലോട്ട് നേരെ മെഴുക്ക് വരട്ടി ഇട്ട ശേഷം കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ മെഴുക്ക് വരട്ടി? ഇങ്ങനെ തന്നെയാണോ നിങ്ങളും പാകം ചെയ്യുന്നേ?